ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരു വ്ളോഗ് തുടങ്ങാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. ഒരു ഡേ ഇൻ ലൈഫ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അങ്ങനെ വിചാരിക്കുന്ന ദിവസങ്ങളിലൊക്കെ എനിക്കൊരു എട്ടിൻ്റെ പണി പോലെ എന്തെങ്കിലും ആയിട്ട് പകുതിക്ക് വെച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വയ്യായിക പോലെയൊക്കെ ഉണ്ടാവും. ഇന്ന് എന്തായാലും ഒരു 8-10 ദിവസമാണ് എനിക്ക് കേട്ടോ. പീരീഡ്സിൻ്റെ ഒക്കെ ദിവസം ആവുന്ന സമയത്ത് നമുക്ക് ആകെ കൂടെ ഒന്നിനും നമുക്കൊരു ഉഷാറ് തോന്നില്ല അല്ലേ. പ്രത്യേകിച്ച് നമുക്ക് മൂഡ് ഓഫോ സങ്കടമോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ആ ഒരു 2-3 ദിവസം എനിക്ക് ഭയങ്കര പ്രയാസമാണ് കേട്ടോ. പൂജയ്ക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വല്ലാത്തൊരവസ്ഥയാണ് ആ ഒരു 2-3 ദിവസം. മാക്സിമം ഞാനത് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കാറില്ല കേട്ടോ. കളിച്ചും ചിരിച്ചിട്ടും എന്നത്തെയും പോലെ അങ്ങനെ അങ്ങോട്ട് പോവെങ്കിൽ കൂടെ പക്ഷേ ചില സമയങ്ങളിൽ എന്നെ അത് കാര്യമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പോൾ അത് ബാധിക്കണതിൻ്റെ മുന്നേ ഞാൻ അങ്ങോട്ട് നമ്മുടെ പണികളൊക്കെ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, രാവിലെ എനിക്ക് നേരത്തെ കാലത്ത് കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വയ്ക്കും. ഇല്ലെങ്കിൽ എനിക്ക് വയ്യാ തോന്നി ഞാൻ അവിടെ കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഷാജേട്ട കേട്ട പാതി കേൾക്കാത്ത പാതി മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് ഓടിയിട്ടോ. അല്ലെങ്കിൽ ഇത് ഇവരുടെയൊക്കെ തലയിലാവുമെന്ന് പേടിച്ചിട്ട് അതിങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യം ഞാൻ നോക്കുമല്ലോ. അപ്പം ഞാൻ രാവിലെ നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് റവ ഉപ്മാവാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. വയ്യാത്ത ദിവസങ്ങളിലും മടി പിടിച്ച ദിവസങ്ങളിലും വേറെ ഒരു ഓപ്ഷനും നമുക്ക് ഇല്ലാത്ത ദിവസങ്ങളിലും നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന റവ ഉപ്മാവാണ് കേട്ടോ. ഇവിടെ ആർക്കും കാര്യമായിട്ടത് വലിയ തൃപ്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതങ്ങനെ എപ്പോഴൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ. എനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല, പിള്ളേർക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഷാജേട്ടനാണ് കേട്ടോ ഇതൊരു കുഴപ്പമില്ലാത്തത്. ഞാൻ പറയാറില്ലേ പണ്ടത്തെ വീഡിയോയിലൊക്കെ, പണ്ടത്തെ അല്ല കുറച്ച് മുന്നത്തെയൊക്കെ വീഡിയോയിൽ പറയണ പോലെ ചിക്കൻ പാർട്സ് ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും ഇതൊക്കെ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മീൻകറി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മീൻകറി കൂട്ടിയിട്ട് ഉപ്മാവ് കൂടെ കഴിക്കാറുണ്ട് നമ്മൾ. മലപ്പുറത്തുകാർക്ക് രാവിലെ പലഹാരത്തിൻ്റെ കൂടെ മീൻകറിയൊക്കെ ഓക്കെയാണ്. അത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. മറ്റുള്ള സ്ഥലത്തൊക്കെ എൻ്റെ അമ്മ വീട് ഒറ്റപ്പാലത്താണ് കേട്ടോ, പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്താണ്. അവർക്കൊക്കെ രാവിലെ നമ്മൾ ഈ മീൻകറി കൂട്ടിയിട്ട് പലഹാരം കഴിക്കുക, എന്നും മീൻ എന്നൊക്കെ പറയണത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. നമുക്കാണെങ്കിൽ എന്നും കിട്ടാത്തതാണ് വലിയ പ്രയാസം. അപ്പോൾ അത് പറഞ്ഞ പോലെ ഇന്ന് മീൻകറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പഴം കൂട്ടിയിട്ട് നമുക്ക് റവപ്മാവ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ റവപ്മാവ് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ. ഇതിൽ കാര്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും ഇടാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ പണ്ടത്തെ പോലെ സവാളയും പച്ചമുളകും ഇഞ്ചിയും മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. പച്ചമുളക് പറഞ്ഞില്ല, വേപ്പിലയും. ഇനിയിപ്പോൾ ക്യാരറ്റും ബീൻസും ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടാലും സൂപ്പറാണ്. കുറച്ച് സേമിയ ഉണ്ടെങ്കിൽ അതിട്ടാലും ഓക്കെയാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇതൊക്കെ ഉള്ളൂ. ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ഉപ്മാവ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഷാജേട്ടൻ ഇന്ന് കാലത്താണ് വന്നത്. ആൾ ചായയൊക്കെ കുടിച്ചിട്ട് സെറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് 3 മതിയായിരുന്നു. അപ്പോൾ കുറച്ചേ വെച്ചിട്ടുള്ളൂ. കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഇരുന്ന് വൈകിട്ട് കളയേണ്ടി വരും. അപ്പോൾ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയില്ല, കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്മാവൊക്കെ ആയപ്പോഴേക്കും പിള്ളേരൊക്കെ സെറ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ കുളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മത്ത് രാവിലെ കുളിക്കില്ല കേട്ടോ. എത്ര പറഞ്ഞാലും കുളിക്കില്ല. ഇന്ന് ഞാനും കുളിച്ചിട്ടില്ല കേട്ടോ. കുളിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം മേല് കഴുകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി മേല് കഴുകി കിടന്നത് ആ ഒരു 3 മണിയാകുമ്പോൾ വീണ്ടും മേല് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഡ്രസ്സ് വെറുതെ മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതന്നെ ഇട്ടിരിക്കുക. മീനുള്ളതുകൊണ്ട് അത് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഒരു മേലെഴുകലും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കാച്ചാൽ നമുക്ക് ചായയൊക്കെ കുടിച്ച് മീൻ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കുളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. മറ്റേത് എനിക്ക് ഈ കുളി കഴിഞ്ഞിട്ട് മീൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണ പോലെയാണ് കേട്ടോ. കുളി കഴിഞ്ഞിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞാലും പിന്നെ കൊല്ലണയിൽ പോലെയാണ്. പിന്നെ ഇപ്പോൾ രാവിലെ കുളിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു സുഖം കിട്ടില്ല. ആകെ കൂടെ ഒരു ചടപ്പായിരിക്കും. എങ്ങനെ നോക്കിയാലും എനിക്കൊരു നേക്ക് കിട്ടില്ല. അത് കാരണം കേട്ടോ ഞാൻ രാവിലെ എന്തൊക്കെ പലാക്കൂത്ത് പണിയുണ്ടെങ്കിലും കുളി കഴിഞ്ഞിട്ട് അതിന് നിൽക്കണം. പക്ഷേ ഈ മീനും ചിക്കനും ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കുളി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാനാണ് നോക്കാറ്. പക്ഷേ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് മീൻ കിട്ടിയല്ലോ, അധികം നേരമൊന്നും ആയിട്ടില്ല. രാവിലെ തന്നെ നമുക്ക് മീൻ കിട്ടിയോണ്ട് ചായ കൂടി കഴിഞ്ഞപ്പോൾ ഇതങ്ങോട്ട് ഉണ്ടാക്കി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുളിച്ച് വൃത്തിയായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മീനിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് പറഞ്ഞില്ലല്ലോ, ചെമ്മീനും മാന്തളമാണ് കേട്ടോ ഒന്ന് മീൻ കിട്ടിയിട്ടുള്ളത്. കുറച്ച് ചെമ്മീനുണ്ട്, മാന്തളമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 3-4 മാന്തൾ വെച്ചിട്ട് ഒരു ചാറ് കറിയും വയ്ക്കാം. കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനും മാന്തളും കൂടെ മാറ്റി വയ്ക്കുകയും ചെയ്യാം. എന്താ വെച്ചാൽ ഇവിടെ വറുത്ത മീനാണ് കേട്ടോ കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ അതുണ്ടെങ്കിൽ പിള്ളേർക്ക് വേറെ കറി മാത്രം മതി. കറി വെച്ച കറിയിലെ മീൻ വേണ്ട കേട്ടോ ആർക്കും കാര്യമായിട്ട്. ഇപ്പോൾ കഷ്ണ മീൻ അയിലൊക്കെ ആണെങ്കിൽ അപ്പം അങ്ങനെ താല്പര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് 2 ഐറ്റം മാറ്റി വെച്ചു. പിന്നെ കറിക്കുള്ളതാണ് ഞാൻ നാളികേരം അരച്ചിട്ടാണ് കേട്ടോ ഒന്ന് കറി വയ്ക്കുന്നത്. അപ്പോൾ അരപ്പിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം, കുറച്ച് മല്ലിപ്പൊടി, നാളികേരം, ചെറിയുള്ളി, കുറച്ച് പെരിഞ്ജീരകം എല്ലാം കൂടെ കൂട്ടി അരച്ചിട്ട് ആ അരപ്പ് നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞ് കറക്റ്റ് കറിക്കുള്ള ഒരു ഗ്രേവി ആക്കിയിട്ട് അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി,
തക്കാളി ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് അത് അങ്ങോട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു. ഇതാണ് നമ്മുടെ കറി കേട്ടോ, നാളികേരം അരച്ച കറി. അപ്പോഴേക്കും അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഉപ്പേരിയും കൂടെ അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്ത ദിവസമായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ദിവസങ്ങളിൽ ഇല്ലാത്ത പണി എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ വിചാരിക്കും ഒന്ന് ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊന്നും പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ മാറിയിരിക്കുക എന്നുള്ളൊരു സംഭവമൊന്നുമില്ല കേട്ടോ. എൻ്റെ വീട്ടിലും ഉണ്ടായിട്ടില്ല, ഞാൻ കല്യാണം കഴിയണ വരെ ഉണ്ടായിട്ടില്ല. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിയിരിക്കുക, തൊടാൻ പാടില്ല, അവിടെ തൊടാൻ പാടില്ല, ഇത് തൊടാൻ പാടില്ല. അപ്പോൾ അതെനിക്കൊക്കെ ഭയങ്കര ഒരു പാടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ചിരിക്കുമ്പോൾ ഇങ്ങനെ അടിച്ചിട്ട് ചിരിക്കണം, ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നമ്മൾ ചിരിക്കുമ്പോൾ ഒരാളെങ്ങനെ അടിച്ച് തൊട്ടിട്ടൊക്കെ അല്ലേ, നമുക്ക് തൊടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടാൻ വേണ്ടിയിട്ട് അധികം ഒരു ഇതുണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഇങ്ങനെ നമ്മൾ മാറി കിടത്തുക, നമ്മൾ ഒറ്റപ്പെട്ട് പോകുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഇത്രയും വർഷം ഇല്ലാത്തൊരു സംഭവം വേറൊരു വീട്ടിൽ പോകുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടൊരു പാടുണ്ടാവില്ലേ, അങ്ങനെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറിയതിന് ശേഷം ഇവിടെ അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും നമുക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ സമയങ്ങളിൽ അമ്പലങ്ങളിലേക്ക് പോവില്ല, ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല എന്നല്ലാതെ ഈ തൊടാൻ പാടില്ല, പിടിക്കാൻ പാടില്ല, ആ പരിപാടിയൊന്നും നമ്മുടെ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിളക്ക് വെക്കില്ല, അമ്പലത്തിൽ പോവില്ല, ആ അശുദ്ധിയുള്ള ആൾ. അല്ലാത്ത കാര്യങ്ങളിലൊന്നും ഇവിടെ അങ്ങനത്തെ ചിട്ടയും കാര്യമൊന്നുമില്ല. അങ്ങനെ ചിട്ടുള്ള വീട്ടിൽ ഇപ്പോൾ ഒരു ചിട്ടയില്ലേ കേട്ടോ. ഇപ്പോൾ അയിത്തും അങ്ങനെ ഈ ഒരു പീരീഡ്സ് അങ്ങനത്തെ സംഭവം ആളില്ലെങ്കിൽ വെക്കാറും പിടിക്കാറൊക്കെ കാണാം. ചില സമയങ്ങളിൽ അങ്ങനെ പറഞ്ഞ് ഇരിക്കണമെന്ന് കാണാം. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുക എന്ന് പറയുന്നത് ഒന്നാമത് നമുക്ക് റെസ്റ്റാണ് അതിനെ മെയിനായിട്ട്. ലേഡീസിന് ആ ഒരു സമയത്ത് അവർക്ക് റെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ 3 ദിവസം അവർക്ക് കൊടുക്കണം. അല്ലാതെ തൊടാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ. അതൊക്കെ ഭയങ്കര ദേഷ്യം കേട്ടോ. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടുപോകും. അതുകൊണ്ട് ആ ടോപ്പിക്ക് ഞാൻ അവിടെ നിർത്തുകയാണേ. ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡിയായി. കേബേജ് ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടി വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പോൾ അതാക്കിയിട്ട് ഇനി നമുക്ക് എന്താക്കുക വെച്ചാൽ കറിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു, ഒരു പിടി ചെറുള്ളി ഇട്ട് കൊടുത്തു, വേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നല്ലോണം ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറി തൂവിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കറി തൂവിപ്പോയാൽ കറിയുടെ ഒരു നേക്ക് പോയി എന്നാ പറയാം. കറി തൂവി പോകാൻ പാടില്ല എന്നും പറയാം. പക്ഷെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോഴേക്കും ഇത്തിരി ഒന്ന് തൂവിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേതായാലും കാര്യമൊക്കെ കണ്ട അത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വറുത്തിടൽ കഴിഞ്ഞിട്ട് ഇനി നമുക്കിതിനകത്ത് ചെമ്മീൻ വറുക്കാൻ വേണ്ടിയിട്ട്, ചെമ്മീനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിടി ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി പോരം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പെരുംജീരകം, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ചെറുള്ളിയും ചതച്ചിരിക്കുകയാണ് കേട്ടോ, പെരുംജീരകം കൂടെ. എന്നിട്ട് എല്ലാം കൂടെ മസാല പുരട്ടിയിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഇട്ടിട്ട് ഉപ്പൊക്കെ പുരട്ടി അങ്ങനെ മസാല പുരട്ടി കുറേ നേരം വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമ്മൾ ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഇതിങ്ങനെ നിരത്തിയിടുക. എന്നിട്ട് വേപ്പിലയും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഒരു തുള്ളി വെള്ളം വേണ്ട, സിമ്മിലാക്കി വേവിക്കുക. എന്നിട്ട് ഈ മസാലയിൽ ഈ ഉള്ളിയിലൊക്കെ കടന്നിട്ട് നിങ്ങളുടെ മൊരിഞ്ഞ് ഇങ്ങനെ പെരണ്ട് വരണം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് മാത്രം മതി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ചോറും കൂടെ പുരട്ടി കഴിച്ചാൽ ചെമ്മീൻ ചോറ് അത്ര തന്നെ. ഇനി കുറച്ച് നാളികേരപ്പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ലെവലേ മാറും. മല്ലിച്ചപ്പിടുകയാണെങ്കിൽ പറയാൻ വേണ്ട. ഈ സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പം ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഇനി അവിടെ ഉള്ള അപ്പം ഉള്ളത് ഞാൻ കഴുകി വെക്കേണ്ടത്. എന്താ വെച്ചാൽ ഒട്ടും വയ്യാത്തൊരു ദിവസമാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് തോന്നുന്ന ദിവസമാണ്. എനിക്ക് ഒരു ഉഷാറ് എന്ന് പറയുന്ന ദിവസം ഉണ്ടാവില്ല. എനിക്ക് ആരോടും സംസാരിക്കാൻ മൂടുണ്ടാവില്ല. പെട്ടെന്ന് ഞാൻ ഷൗട്ട് ചെയ്യും. അങ്ങനെ ഒരു പൊട്ട ദിവസമാണ് ഈ 3 ദിവസം എന്ന് പറയുന്നത് കേട്ടോ. കണ്ണൻകുട്ടിയോടും പൂജിട്ടോടും ഞാൻ പറയും ഇതാണ് സംഭവം. അതുപോലെ എനിക്ക് എത്ര വൃത്തിയാക്കിയാലും വൃത്തിയായിട്ട് തോന്നില്ല. കഴുകി അങ്ങനെ ഒരുപാട് ആ ഒരു സമയത്ത് ഒരുപാട് നമുക്ക് മോശമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. 2 ദിവസം കഴിയുമ്പോഴേക്കും 3-ാം ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഓക്കെ ആവും കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തൂവി പോയോണ്ട് തന്നെ ആ ഒരു ഗ്യാസ് സ്റ്റൗവൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതവിടെ അങ്ങനെ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മെല്ലും ഉണ്ടാവും. പിന്നെ എനിക്ക് ആ കൂടെ ഇഷ്ടമല്ല. അങ്ങനെ അതിൻ്റെ ഒരു എത്ര തുടച്ചാലും നമ്മുടെ ഈ വിമ്മാക്കി നല്ലോണം ഉരച്ച് തുടച്ചിട്ടില്ലെങ്കിൽ വൃത്തിയാവില്ല. ഒന്നാമത് നമ്മുടെ ഒരു പൊട്ട സ്റ്റവ്വാ, എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സോപ്പ് ഇട്ടിട്ട് വിമ്മിട്ടിട്ട് തേച്ച് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ അത് അതേപോലെ നല്ലോണം ഉരച്ചപ്പോൾ അവിടുന്ന് ആ കറിയുടെ സംഭവങ്ങളൊക്കെ പോയി. എന്നിട്ട് അങ്ങോട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് വൃത്തിയായി കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീൻ വറുത്തതുമായി, ഉപ്പേരിയായി, മീൻകറിയായി കേട്ടോ. ഇനി
നമുക്ക് തലേ ദിവസത്തെ തേങ്ങാ ചമ്മന്തി ഇരിക്കുന്നുണ്ടല്ലോ, അതും കൂടെ ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇനി ഒന്ന് വിസ്തരിച്ചൊന്ന് കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് നമുക്ക് മാമുണ്ടിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് ഷാജേട്ടന് ലീവാണ്, പോവാനൊന്നുമില്ല, നാളെയാണ് ഇനിയിപ്പോൾ പോകാനുള്ളത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും അടുക്കള ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങോട്ട് വൃത്തിയായപ്പോൾ ഞാനും കൂടെ ഒന്ന് വൃത്തിയാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ അസലായിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ നല്ലൊരു സുഖം കേട്ടോ. നല്ല ചൂടായിരുന്നു ഉച്ചയ്ക്ക്, ഇങ്ങോട്ട് മൂടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മുടെ കേബേജ് ഉപ്പേരിയും ചമ്മന്തിയും ചെമ്മീൻ ഇങ്ങനെ പെരട്ടിയതും ചോറും മീൻകറിയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. എനിക്ക് കഴിക്കണം എന്നൊന്നുമില്ല, വിശക്കണം കാര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചോറേ എടുത്തിട്ടുള്ളൂ. ഈ സമയങ്ങളിൽ എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും തോന്നില്ല കേട്ടോ. കാര്യമില്ലാത്തൊരു സങ്കടവും കാര്യമില്ലാത്തൊരു ദേഷ്യവും അങ്ങനെയൊക്കെയാവും. എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും, ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. എന്തായാലും ഞാനൊരു കയ്യിൽ ചോറൊക്കെ എടുത്തിട്ട് നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഉണ്ടാക്കിയതല്ലേ, ചെമ്മീൻ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇടുന്നത് ആളുമ്മ 6 വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 നേരത്തിനും കൂടെ ഒപ്പിക്കണം കേട്ടോ. ചെമ്മീൻ ആയതുകൊണ്ടാണ് 100 രൂപയ്ക്ക് വാങ്ങിയതാണ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഉണ്ട് കേട്ടോ, വലിപ്പമുണ്ട്, പൊടി ചെമ്മീനൊന്നല്ല. എന്നാലും ചെമ്മീനൊക്കെ ആകുമ്പോൾ 2-3 കഷ്ണമാണെങ്കിൽ അത് മതി, വല്ലപ്പോഴൊക്കെയല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറയാണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ആസ്വദിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെയിനും ഈ ഒരു വല്ലായ്മയും കാരണം പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ ഇപ്പോഴത്തെ ഒരു മൂശേട്ട സ്വഭാവത്തിന് ഞാൻ വേഗം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഷാജേട്ടൻ പുറത്ത് പോയി വന്നിട്ട് നല്ല ഉറക്കമാണ്, ആൾക്ക് ഇപ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടില്ല. പിള്ളേരോട് ഞാൻ കുറേ നേരമായി കുളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് 2 മണിക്കൂർ നേരം പറഞ്ഞിട്ടും കേൾക്കാത്തതുകൊണ്ട് ഞാൻ അവർക്ക് വിളമ്പി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോഴേക്കും 2 കൂടെ പെട്ടെന്ന് കുളി കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നതാണ് കേട്ടോ. ഞാൻ കുറേ നേരമായി വിളിക്കുന്നു. കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു മയക്കമൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ കിടന്നു ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നല്ല പെരും കാറ്റും മഴയില്ല, നല്ലോണം കാറ്റിട്ട് അടിപൊളി കാറ്റും മഴക്കാറും കോളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് നല്ല രസമുണ്ടായിരുന്നു. ആകെ കൂടെ നമ്മളിങ്ങോട്ട് തണുത്തു കേട്ടോ. കിടന്നിട്ടില്ല, കിടക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നീറ്റു. അപ്പോൾ നമ്മൾ ഇന്നലെ വിറകുണ്ടാക്കി വെച്ചിട്ടില്ലേ, ഇനി അതെങ്ങാനും നനഞ്ഞു പോയാലോ വെച്ചിട്ട് അതൊക്കെ അകത്തേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ നനഞ്ഞു പോകും, അതാണെങ്കിൽ നല്ല ഉണങ്ങിയതുമാണ്. അപ്പോൾ അപ്പം തന്നെ നീട്ടിട്ട് ഇതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എണീറ്റു. ഇനി അവിടെ കിടന്നു കഴിഞ്ഞിട്ട് ഇനി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെരുമഴ പെയ്താലോ വിചാരിച്ചിട്ടാണ്, ഒന്ന് നീക്കാവനും കൂടെ വയ്യാണ്ട് കിടക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഈ ഒരു കാറ്റും കോളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ചാടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. നമുക്ക് ഈ മഴ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെ. അതിനിപ്പോൾ ഒരു പ്രായഭേദം കാര്യമൊന്നുമില്ല. നമുക്ക് മഴ എന്നൊക്കെ പറയണത് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ പറ്റണേ. അതുപോലെ തന്നെ മഴയത്ത് ഇറങ്ങുക നനയുക എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അതിനകത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് അങ്ങനെ ഇട്ട് വയ്ക്കും. ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ ഇറങ്ങി മഴ കൊണ്ട് നനഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അപ്പുറത്തുള്ളവരെന്താ വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഷാജേട്ടന് പറയും ഒന്ന് കയറുമോ, അപ്പുറത്തുള്ളവർ കാണും ഇപ്പുറത്ത്. ഞാൻ പറയും ഞങ്ങൾ പറയും ഇപ്പുറത്തുള്ളവരല്ലല്ലോ നമ്മുടെ കാര്യം നോക്കണം, നമ്മളല്ലേ. ഞാനും പൂച്ചിട്ടി അത് വക വയ്ക്കാണ്ട് ഞങ്ങൾ മഴ കൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും ചെയ്യും കേട്ടോ. ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ആ ആഗ്രഹം കൂടിയേണ്ടാ തോന്നുന്നു. മഴ വന്ന പാടെ പോയി, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ആ കാറ്റ് കാരണം. അതുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നൊരു 10-20 മിനിറ്റ് നേരം മയങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്ഥിരം കലാപരിപാടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം ആയില്ല, നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല. ഈ പറഞ്ഞ പോലെ വയ്യാന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല. അപ്പോൾ ആ കാറ്റ് കാരണം നമ്മുടെ കൊലായിൽ അങ്ങനെ പൊടി ഈ ചപ്പലും ഇതില്ലേ കരിയിലും കാര്യങ്ങളും ഒക്കെ പറന്നിട്ട് ആകെ പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അടിച്ചിറക്കിയിട്ട് ഇനി നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. വണ്ടിയിൽ നിന്ന് പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. വൈകിട്ട് മേലെ എഴുകുന്നതിന് മുന്നേ അതങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ രാവിലെ ഫുഡിൻ്റെയും കാര്യത്തിൻ്റെ ഒക്കെ പരിപാടിക്ക് എന്നിട്ടാവും നട്ടുച്ച വെയിലത്ത് ഒരു പരിപാടി ഇപ്പോൾ നടക്കില്ല. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ രാവിലെ എണീറ്റിട്ട് അടുക്കളപ്പണിയും കൂടെ കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. 10 മണി 9 മണിയൊന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ, അത്രയും ചൂടാണ്. ഞാനൊക്കെ ചെറുതിലൊക്കെ ഞങ്ങൾ എന്നും സ്ഥിരം കറിയൊക്കെ വെക്കുമ്പോൾ അമ്മോട് പറയും ഇന്നും ഇതാണോ കറി എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കാറുണ്ട് കേട്ടോ. ഞങ്ങളല്ല, മെയിനായിട്ട് ഞാനായിരുന്നു കേട്ടോ. ഇന്നും ഇതേ ഉള്ളൂ, ഇന്നും ഇതാ എന്ന് ചോദിച്ചിട്ട് ഒന്നാമത് നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഉണ്ടാവില്ല. രണ്ടാമത് ഈ പുറത്തൊക്കെ പണിക്ക് പോയി വന്നിട്ടും അമ്മ അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ നമുക്കതൊന്നും വലിയൊരു കാര്യമായിട്ട് തോന്നിയിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഒരു കുടുംബമായിട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ വില വല്ലാണ്ട് അറിയുന്നുണ്ട്. ഞാനൊക്കെ വിചാരിച്ചിരുന്നു ഈ അമ്മയ്ക്ക് ഇത്ര പണിയെടുത്താലും മതിയാവില്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, പണിയെടുത്തിട്ട് മതിയാവാത്തതുകൊണ്ടല്ല, ഈ പണിയൊന്നും വേറെ ആരും ചെയ്യാൻ ഇല്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അങ്ങനെ ചെയ്തു പോണതാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു പ്രായത്തിൽ എനിക്കത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഓരോ പണി കഴിഞ്ഞിട്ട് എത്ര വയ്യാന്ന് തോന്നിയാലും ഒന്ന് ഇരിക്കണം അല്ലെങ്കിൽ ഒന്ന് കിടക്കണം എന്ന് തോന്നിയാലും നമുക്കതിന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ അത് നമ്മൾ ഇപ്പുറത്തത് അങ്ങനെ കിടക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നാളെ ചെയ്താൽ പോരേന്ന് അപ്പത്തുനിന്ന് ചോദിച്ചാലും അത് നാളെയും നമ്മൾ തന്നെ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു വൃത്തികേടായിട്ട് കിടക്കില്ല എന്ന് വിചാരിച്ചിട്ട് എത്ര വേഗമെങ്കിലും അമ്മമാരത് ചെയ്യണത് ആ ഒരു പ്രായത്തിൽ നമുക്ക് വില ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ അതൊക്കെ നന്നായിട്ട്
മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയോളാകുമ്പോഴാണ് അമ്മയുടെ വില മനസ്സിലാവാന്ന് പറയും. എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എനിക്ക് എൻ്റെ അമ്മയുടെ വില ചെറുതിലേ മുതലേ എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുള്ള ഒരാളാണ്. അമ്മയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് എല്ലാവരെക്കാട്ടിലും കൂടുതൽ ഒരു പണത്തൂക്കം മുന്നേ നിൽക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു സൗണ്ട് മാറിയാലും എൻ്റെ ഒരു ശ്വാസത്തിൻ്റെ ഒരു ഇടർച്ച കൂടെ എൻ്റെ അമ്മയ്ക്ക് ഒരു ഫോണിലൂടെ മനസ്സിലാവാൻ പറ്റും കേട്ടോ. ഈ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ആരെക്കാളും കൂടുതൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവും. ആ സമയത്തൊക്കെ അമ്മ പൂജുട്ടിയോട് പറഞ്ഞ് ഞാൻ 2 ദിവസം നീ വിളിക്കണമെന്ന് ചോദിക്കും. എന്താ വെച്ചാൽ എൻ്റെ മൂഡ് ഓക്കെ അല്ല, അല്ലെങ്കിൽ ഞാൻ ഓക്കെ അല്ല എന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇങ്ങനെ വയ്യ, ഇങ്ങനെ പീരീഡ്സ് എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എത്രയോ ഒരു ആശ്വാസമാണ് കേട്ടോ. എന്നോട് എനിക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഓക്കെ അല്ലേ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. കാര്യമായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല, ഇനിയിപ്പോൾ എത്ര വയ്യെങ്കിലും എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിലും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി തരിക, അല്ലെങ്കിൽ നമ്മളങ്ങനെ പരിഗണിക്കുന്ന രീതിയിലൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആ രോഗമൊക്കെ പമ്പ കിടക്കൂട്ടോ. ഇവിടെ കണ്ണൻകുട്ടിയാണ് എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉലുവെള്ളം ഉണ്ടാക്കി തരുന്ന ആൾ, ചൂടുവെള്ളം ഉണ്ടാക്കി തരുന്ന ആൾ, ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. അതിനിപ്പോൾ പീരീഡ്സ് അല്ലെങ്കിൽ കൂടെ എനിക്കൊന്ന് വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കിടക്കുന്ന സമയത്ത് പറയും, മോള് ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ, ഇന്നെ വിളിക്കണം കേട്ടോ, എന്തുണ്ടെങ്കിലും ഇന്നൊരു വിളിക്കണം, ഞാൻ ഉറങ്ങില്ല. അപ്പോൾ എനിക്ക് വയ്യാന്ന് പറഞ്ഞ സമയങ്ങളിൽ അവന് രാത്രി ഉറക്കേ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ വയ്യാന്ന് മിക്കതും അവനോട് പറയാറില്ല. ഒരു വിളിച്ചു കഴിഞ്ഞാൽ അവനറിയും. പൂജുട്ടി അങ്ങനെയല്ല കേട്ടോ. പൂജുട്ടി മോള് കുഴപ്പമൊന്നുമില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൂജുട്ടീനെ പരിസരത്ത് കാണില്ല. ഉലുവ വെള്ളം പോയിട്ട് ചൂടുവെള്ളം വേണോ എന്ന് ചോദിക്കുള്ളൂ. അത് ഉണ്ടാക്കി കൊണ്ടുത്തരിക, അങ്ങനത്തെ പരിപാടിയൊന്നും പൂജുട്ടിക്ക് അങ്ങനെ വേണോ ചോദിക്കും, വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പക്ഷേ കണ്ണൻകുട്ടിയോട് വേണ്ടാന്ന് പറഞ്ഞാലും കണ്ണൻകുട്ടി അറിയില്ല നമ്മൾ ഈ ഒരു ഉലുവ വെള്ളം അവൻ ഉണ്ടാക്കി അത് വറുത്ത് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ചൂടാറ്റി കൊണ്ട് തരുന്നത് അറിയില്ല. അതുപോലെ ഇന്നലെ രാത്രിയിൽ ഒരു 7 മണി 7:30 ആയപ്പോൾ ആൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ എന്നാൽ കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോയ ആളേനെ കാണാനില്ല. അപ്പോൾ നോക്കുമ്പോൾ ഈ ഉലുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. എന്നിട്ട് അതിനെ കുടിപ്പിച്ചിട്ടാണ് ആൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇത്രയൊക്കെ മതി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് നമുക്ക് സമ്പാദ്യമോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സുഖ സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടും നമ്മളെ മനസ്സിലാക്കാത്ത മക്കളും കൂടെ ഉള്ളവരുള്ളതിനെക്കാട്ടിലും അങ്ങനെ ഇല്ലാതെയായിട്ട് നമുക്ക് ഒരുപാട് ഇപ്പുറത്ത് പൊന്നും പണവും സമ്പത്തും ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് നിലനിന്ന് പോട്ടെ, എത്തിപ്പോട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ പണിയൊക്കെ ഒരു വിധം ഇങ്ങനെ നടന്നുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. ഒരുപാട് നമുക്ക് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് റോഡ് പോലെ അടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കാറ്റ് വന്നിട്ട് ഈ കരിയില വന്നിട്ട് ആകെ അലമ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയിൽ നിന്ന് പാത്രം ഇറക്കുകയാണ്. ഇതൊരു ചടങ്ങാണ് കേട്ടോ. ഇത് നമ്മുടെ കണ്ണൻകുട്ടി ചെയ്യുന്ന പണിയാണേ. അപ്പോൾ അവനാണ് മിക്കതും ഈ പാത്രങ്ങളൊക്കെ ഇറക്കി നമ്മളെ സഹായിക്കാൻ, ഇങ്ങനെ വണ്ടിയിൽ നിന്ന് പാത്രങ്ങൾ ഇറക്കണതും പൂജിട്ടിയാണ് ഇങ്ങനെ കഴുകി തരും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുക. അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് പാത്രങ്ങളൊക്കെ ഇറക്കി അതിനകത്തുനിന്ന് കുറേ ബോട്ടിലും കാര്യങ്ങളൊക്കെ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ ആണ്. അത് ഇറക്കിയിട്ട് നമുക്കത് കഴുകി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഐസ് ബോക്സ്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ ഇറക്കി അടുക്കളയിൽ കൊണ്ട് വെച്ചിട്ട് ഇനി നമുക്ക് ആ ഐസ് ബോക്സിനകത്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ റെഡിയാക്കി കഴുകി വെച്ചാലല്ലേ നമുക്ക് പിറ്റേ ദിവസത്തിന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. വണ്ടി നമുക്ക് ഡെയിലി കഴുകാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. ആഴ്ചയിലൊരു ദിവസം ഇല്ലെങ്കിൽ ഒരു മാസത്തിലൊരു 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ വണ്ടി കഴുകാൻ വേണ്ടിയിട്ട് പറ്റാറുള്ളൂ. മറ്റേത് ഈ സാധനങ്ങളൊക്കെ നമ്മൾ അതിന്ന് ഇറക്കി പിന്നെ അതൊന്ന് കയറ്റാമെന്ന് പറയുമ്പോഴേക്കും നമ്മളെ ഊപ്പാട് ഇളകി പോവും. അത്രയും പണിയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു അടുത്ത ആഴ്ചയിൽ നമുക്ക് വണ്ടി കഴുകാമെന്ന് വിചാരിച്ചു. അധികം അലമ്പൊന്നുമില്ല, നമ്മളിപ്പോൾ അടുത്ത് കഴുകിയിട്ടല്ലേ ഉള്ളൂ, കച്ചറയൊന്നുമില്ല കേട്ടോ, അങ്ങനെ ചളിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഡീപ്പ് ക്ലീനൊക്കെ മാസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ചെയ്താൽ തന്നെ വണ്ടി അടിപൊളി സെറ്റായിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അകത്തേക്ക് കയറ്റിയിട്ട് ഞാൻ നമ്മുടെ ഇവിടെ തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പറയാറില്ലേ, വൈകിട്ട് നമ്മൾ അധികം ഇവിടെ വന്നിട്ടാണ് കിടക്കുക. വൈകുന്നേരം ആയ ഒരു 6:30 7 മണിയായാൽ ഇവിടെ വന്ന് കിടക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ തുടച്ചിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് കിടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ. ഒന്നാമത് ഇങ്ങനെ ചവിട്ടി കയറല്ലേ, ഞാൻ പറയാറില്ലേ നമ്മൾ ഇത് കൂടെ അല്ലേ ചവിട്ടി കയറുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലോണം പൊടിയാവും കേട്ടോ. നമ്മുടെ മോപ്പ് പണി തന്ന കാര്യം ഞാൻ പറഞ്ഞുല്ലോ. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എനിക്കിനി മോപ്പ് കിട്ടാണ്ട് ഞാൻ തുടക്കില്ല എന്നുള്ളത്. ഇങ്ങനെ കുമ്പിട്ട് തുടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യം. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ചെറുതിലൊക്കെ നമ്മൾ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ തുടച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും ഇങ്ങനെ തന്നെയാണ് തുടച്ചിട്ടുണ്ടായിരുന്നത്. മോപ്പൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ ഒന്നും കേട്ടോ, അന്നൊന്നും. അപ്പോൾ പിന്നേക്ക് മോപ്പായോ എനിക്ക് വലിയ ഓർമ്മയില്ല. ഇങ്ങനെയൊക്കെയാണ് അന്നൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സെപ്പറേറ്റൊക്കെ പോയിട്ടാണ് തോന്നുന്നു മോപ്പും കാര്യങ്ങളൊക്കെ ആയത്. അപ്പോൾ ഇങ്ങനെ മുട്ട് കുത്തിയിട്ടാണ് തുടക്കുക. പക്ഷെ അന്നൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് നമ്മളിങ്ങനെ ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ വെയിറ്റ് തടിയും കൂടെ ഉള്ളതല്ലേ, നമുക്കങ്ങനെ ഇങ്ങനെ
ഇങ്ങനെ ശ്വാസം ഇങ്ങനെ മുട്ടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. എന്തായാലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്നത്തോടു കൂടെ ഞാൻ ഈ തുട നിർത്തും, നാളെ എനിക്ക് മോപ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ തുടക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പൂജിറ്റി പറയുന്നുണ്ട് ഇങ്ങനെ ഇല്ലല്ലോ ഇന്നലെ പറഞ്ഞത്, പണ്ടൊക്കെ ഇങ്ങനെ തുടച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു അത് പണ്ടത്തെ കാലത്ത് വേറൊരു വീട്ടിലേക്ക് കൊണ്ടുപോകണ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ചച്ചി അമ്മമ്മയൊക്കെ പറയുന്ന കാര്യങ്ങളല്ലേ, വയസ്സായവർ പറയുന്ന കാര്യങ്ങളല്ലേ. ഇപ്പം നമുക്ക് അതിനുള്ളൊരു ഇപ്പോൾ മോപ്പും കാര്യങ്ങളൊക്കെ അത് 100 സംതിങ് ഒക്കെ അല്ലേ ഉള്ളൂ. വാങ്ങാനുള്ളൊരു പാങ്ങുണ്ടെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ തുടയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാര്യമൊക്കെ പറഞ്ഞിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ സംഭവം നല്ലതാണ് നമ്മുടെ ശരീരത്തിനൊക്കെ. ഈ കുമ്പിട്ട് തുടയ്ക്കുക, അരയ്ക്കുക, അമ്മിയിൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ല കാര്യങ്ങളാണ്. ഈ മോപ്പ് വന്നതും മിക്സി വന്നതൊക്കെയാണ് നമുക്ക് ഏറ്റവും പ്രശ്നമായിട്ട് ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള കാരണം എന്നും അറിയാം. പക്ഷേ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങനെ പോയാലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുള്ളൂ. അതുകൊണ്ട് കേട്ടോ അതിങ്ങനെ ചെയ്ത് അങ്ങോട്ട് മടിയാവും. നമുക്കിങ്ങനെ കുമ്പിട്ടൊക്കെ ഇങ്ങനെ തുടയ്ക്കുമ്പോഴേ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇനി 4 അലക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനി നാളേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പടാപാടാവണ്ട വെച്ചിട്ട് ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ ഒരു കാറ്റ് വന്നിട്ടില്ലേ മൊത്തത്തിൽ നമ്മളിങ്ങോട്ട് തണുത്തു. അതുകൊണ്ട് വേർത്ത് കുളിക്കണതിനൊക്കെ വലിയ ഒരു ആശ്വാസമുണ്ട്. ചൂടുകുരുമൊക്കെ പൊന്തിയിട്ടുണ്ട് കേട്ടോ കയ്യിലും മേലൊക്കെ. അപ്പോൾ അത് കാരണം ഇന്നിപ്പോൾ ഈ ഒരു കാറ്റും മഴക്കോളിൻ്റെ ഒരു ഉഷാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഏതായാലും വയ്യ ചെയ്യുമ്പോൾ പിന്നെ ഈ വയ്യാത്ത അന്ന് ചെയ്യൽ കുറച്ച് കൂടുതലാവും. വയ്യാന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ആ ഒരു ഇരട്ടി പണി ഉണ്ടാവും. നമുക്ക് എത്ര ഇപ്പോൾ ചെയ്താലും നമുക്ക് തീരാത്തൊരു പണി അത് എനിക്ക് പ്രത്യേകിച്ചും ഉണ്ടാവും കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് വലിയ മടിയാകും. വയ്ക്കുന്ന ദിവസം വലിയ മടിയാകും, വയ്യാത്ത ദിവസം ഇരുന്ന് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ബെഡ്ഷീറ്റ് മുക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് പൂജിറ്റിയോട് തിരുമ്പാൻ വേണ്ടിയിട്ട് അവൾക്ക് ഒക്കില്ല. എന്താ വെച്ചാൽ അങ്ങനെ വൃത്തിയാവില്ല, വലുതല്ലേ. അപ്പോൾ അത് കാരണം അത് അവിടെ ഇട്ടോളാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടേക്ക് നമ്മുടെ 2-3 കൂടെ രാവിലത്തെ ഉച്ചയ്ക്ക് കുളിച്ചതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അലക്കിയിടാമെന്ന് വിചാരിച്ചു. ഇനി കൂട്ടണ്ടെന്ന് വിചാരിച്ചു. ടൈം ഉണ്ടല്ലോ. അപ്പം ഇപ്പോൾ വെറുതെ ഇരിക്കേണ്ട, വെറുതെ ഇരുന്നാലും ഇങ്ങനെ മൂഡ് ഓഫ് ആവില്ലേ. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതങ്ങനെ ചെയ്ത് ആ പണി കഴിയുകയും ചെയ്യും, നമുക്ക് ആ മൂഡ് ഓഫ് മാറുകയും ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇനി നമുക്ക് വേറെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രാത്രിയിലേക്ക് കുറച്ച് ചോറ് കുറവുണ്ട്. അപ്പോൾ അത് വെക്കണം. 2 നേരത്തിനും കൂടെ നേരത്തെ കാലത്ത് ഞാൻ വെച്ചതല്ലേ. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും ചോറ് കേടുവരും. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് 11:30, 11 മണി, 12 അങ്ങനെ ഒരു തോന്നിയ നേരത്തൊക്കെയാണ് ഫുഡ്. എന്താ വെച്ചാൽ ഉച്ച ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും വലിയ വിശപ്പുണ്ടാവില്ല. മിക്കതും ഞാൻ രാത്രി ചോറ് കഴിക്കാറില്ല. പിള്ളേരൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം നേരം വൈകും. ഷാജറ്റുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ പിന്നെ വൈകിട്ട് ചോറ് വയ്ക്കുക, ബാക്കി കറിയും മീൻ വറുത്തതും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വിരിച്ചിടണം. ഇപ്പോൾ രാവിലെ വിരിച്ചിട്ടത് ഉണങ്ങിയിട്ടില്ല. ആ ഒരു മഴച്ചാറൽ, ഒരു ചെറിയൊരു ചാറലും പിന്നെ അങ്ങനെ ഒരു ഇന്നിപ്പോൾ കാര്യമായിട്ട് വെയിലില്ലാത്തതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒരു ചനിങ്ങാ പിനിങ്ങാച്ചിട്ട് കിടക്കുക, ഉണങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ അത് അകത്തിടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ സ്ഥലവും ഇല്ല. അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ, ഒരു 3-4 അപ്പോൾ അവിടെ തന്നെ നമ്മൾ ബാക്കിയും കൂടെ അങ്ങോട്ട് വിരിച്ചിടാൻ വിചാരിച്ചു. നാളെ എന്തായാലും വെയിലൊക്കെ ഉണ്ടാവും. വെയിൽ പോവാറൊന്നും ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഇടാണ് കേട്ടോ. ഇനി വെയിലില്ലെങ്കിൽ നമുക്ക് അകത്ത് ഇനിയിപ്പോൾ അങ്ങനെ ഒരു അതിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് ചാച്ചും ചരിച്ചിട്ടിട്ട് ഉണക്കണം. മഴക്കാലം ആയാലാണ് പാട്. വേനൽക്കാലത്ത് പിന്നെ എങ്ങനെ ഇട്ടാലും ഉണങ്ങുമല്ലോ. ഇപ്പോഴത്തെ വെയിലത്ത് ഒരു 5 മിനിറ്റ് മതി ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇന്നിവിടെ കാര്യമായിട്ട് വെയിലില്ല. കുളിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയപ്പോൾ ഒന്നും കൂടെ ഒരു ഉഷാറായ പോലെ തോന്നി. അപ്പോൾ നമ്മുടെ തണ്ണിമത്തം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കലക്കാമെന്ന് വിചാരിച്ചിട്ടോ. കസ്കസ് വെള്ളത്തിലിട്ട് കണ്ണൻകുട്ടി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പൂജിറ്റിയും കൂടെ പാലമ്മ വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് വെള്ളം കലക്കിയിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ വയറും ഫില്ലാവും, നമുക്കൊരു ഉണർവും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തണ്ണിമത്തം ഇങ്ങനെ കൊത്തി നുറുക്കി ഞാൻ ഇങ്ങനെ കയ്യിലോണ്ടേക്ക് ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ആക്കണേക്കാളും എനിക്ക് കൂടുതൽ എളുപ്പം കയ്യിലോണ്ട് ഇങ്ങനെ ചീകിടുകയാണ് കേട്ടോ. അതാകുമ്പോൾ ഇങ്ങനെ ഈ ഒരു വലിയ കയ്യിൽ വെച്ച് ഇങ്ങനെ കുത്തി ചതച്ചാൽ അത് വേഗം അതിലിങ്ങോട്ട് അലിഞ്ഞ് കിട്ടുകയും ചെയ്യും, ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും. അതൊക്കെ ഇങ്ങോട്ട് കുത്തി ചതച്ചിട്ട് അതൊക്കെ കൊണ്ടൊന്ന് ഉടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് നന്നാരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിന് മധുരത്തിന് നന്നാരി ഇട്ട് കൊടുത്തു. ഇങ്ങനെ കുതിർത്തി വെച്ചിരിക്കുന്ന കസ്കസും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളൊരു പാക്കറ്റ് പാലും കൂടെ ഉണ്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. കണ്ണൻകുട്ടിക്ക് ഇങ്ങനത്തെയൊക്കെ അൽക്കുലുക്കത്ത് വെള്ളങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടം കേട്ടോ, കുടിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ എനിക്ക് ഇതിനെക്കാട്ടിലും ഇഷ്ടം ബൂസ്റ്റ് കുലിക്കുകയാണ് കേട്ടോ. അവൻ അടിപൊളിയായിട്ട് ഉണ്ടാക്കുവേ. അപ്പോൾ അതിനകത്തേക്ക് ഒരു പാക്കറ്റ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങൾ മധുരം നോക്കിയിട്ടോ, മധുരം പാകം ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ കുറച്ച് കുറവ് തോന്നിയപ്പോൾ കുറച്ചും കൂടെ നന്നാരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഞാൻ. എന്നിട്ട് ഇതൊരു 4 ഗ്ലാസ്സിലാക്കിയിട്ട്, തണുപ്പ് ഇത്തിരി കുറവാണ്, അപ്പോൾ നീ ഫ്രിഡ്ജിൽ കുറച്ച് നേരം കൂടെ വെച്ചിട്ട് നമുക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് ആ ഒരു ബക്കറ്റിൽ നമ്മളിപ്പോൾ കലക്കിയതിൽ ഈ 4 ഗ്ലാസ്, ഈ ഗ്ലാസ്സിൽ ഒരുപാട് ക്വാണ്ടിറ്റി കൊള്ളൂ കേട്ടോ. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ നമ്മുടെ വയറ് പിടുന്നനാവും, അത്രയും ഫില്ലാവും. നമ്മുടെയൊക്കെ ഞാനും പൂജിറ്റിയും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കണ്ണൻകുട്ടിയും ഷാജേട്ടനും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും കൂടെ തണുപ്പൊക്കെ ആയിട്ടാണ് കുടിച്ചത് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ തണുപ്പൊക്കെ ഉമ്മർത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കുടിക്കാം. നിലമൊക്കെ പുറത്തൊക്കെ ഒരു മഞ്ഞ കളർ വെച്ചായിരുന്നു. ഞങ്ങൾ നിലം പഴുക്കുക എന്ന് പറയില്ല, മഴ പെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പുറത്ത് വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും മാറ്റം വീഡിയോയിൽ വരുത്തണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.